Radio Library. Radio Library with RJ Radish. എല്ലാവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഈ അടുത്തിടെ മലയാള സാഹിത്യ അക്കാദമിയും റിസർച്ച് സെന്ററും നടത്തിയൊരു നോവൽ രചനാ മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഖത്തർ പ്രവാസിയായിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരന് പ്രത്യേക ജൂറി പുരസ്കാരമാണ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ആ പുരസ്കാരമൊക്കെ നേടുമ്പോൾ ഖത്തർ മലയാളികളായ നമുക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. മറ്റാരുമല്ല, നോവലിസ്റ്റും കവിയും നാടക രചയിതാവും സിനിമ, സീരിയൽ വിവിധ മേഖലകളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് കെ മുഹമ്മദ്. സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക്. പ്രതീഷ്, വളരെയധികം സന്തോഷം നിറഞ്ഞ സ്വാഗതത്തെ ഞാൻ സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും. എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വീണ്ടും ഇരിക്കുമ്പോൾ മലയാളം റേഡിയോയോടുള്ള കടപ്പാട്, നന്ദി, സ്നേഹം അത് അവർണ്ണനീയമാണ്. കാരണം മറ്റു പല കാര്യങ്ങളും ഞാൻ ഇവിടെ പ്രഭാഷണത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണമയൂരം അവാർഡ് ലഭിച്ചപ്പോൾ ഞാനൊരു അഭിമുഖത്തിന് വന്നിട്ടുണ്ട്. വീണ്ടും അതേപോലെ ഒരു അംഗീകാരം ലഭിച്ചുകൊണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ റേഡിയോ എന്നെ വിളിക്കുകയും എന്നെ പോലുള്ള എഴുത്തുകാരെ കൈപിടിച്ച് നടത്താനുള്ള ആ ഒരു ആത്മാർത്ഥതയെ ഞാൻ രണ്ട് കൈകളും കൂപ്പി സ്വീകരിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഒറ്റയ്ക്കൊരാൾ എന്ന് പറഞ്ഞ നോവലും മറ്റൊന്ന് നോക്കിയാൽ കാണാത്ത ആകാശം. ഇത് രണ്ടും നമുക്ക് റേഡിയോ ലൈബ്രറിയിലൂടെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. സത്യത്തില് ഇതല്ല എന്റെ ആദ്യ നോവല് അയനാന്തരങ്ങളാണ്. ആദ്യ നോവല് അയനാന്തരങ്ങൾ, അതാണ് ഇപ്പോൾ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആ നോവലാണ്. പബ്ലിഷ് ചെയ്യാതെ ഇല്ല, ആ നോവൽ പൂർത്തീകരിച്ചിരുന്നില്ല. ആ നോവൽ എഴുതിക്കൊണ്ടിരിക്കെ അതിലേക്ക് കടന്നു വന്ന ഉപകഥയായിരുന്നു ഒറ്റയ്ക്കൊരാൾ. ആ ഉപകഥ എന്റെ ജീവിതവുമായിട്ടടുത്ത ബന്ധമുണ്ടായതിന്റെ പേരിൽ എനിക്കത് ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അതൊരു വഴി എന്നുള്ള പേരിലുള്ള ഒരു കഥയായിരുന്നു അത് അതിലേക്ക് വരുന്നത്. പക്ഷെ ആ വഴിയെ പിന്നെ വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു ഒറ്റക്കൊരാളെ അത് ജീവിതത്തിന്റെ വഴിയെ ദാർശനികമായ ഒരു കാഴ്ചപ്പാട് ഇതിനുണ്ടാവുകയും അങ്ങനെ ആ നോവൽ പൂർത്തീകരിക്കുകയും ചെയ്തു. വീണ്ടും അയനാന്തരങ്ങൾ എഴുതാനിരുന്നപ്പോഴാണ് അതിലേക്ക് കടന്നു വന്നത് ഇരുട്ട് എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. നമ്മുടെ അറ്റ്മോസ്ഫിയർ മേലേക്ക് പോയാൽ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഈ കാണുന്ന ആകാശം എന്ന് പറയുന്നത് വെറും വികല്പമാണ്, ഒരു ഇല്യൂഷനാണത്. നമ്മുടെ കണ്ണുകളെ വഞ്ചിക്കുന്നതാണ് പ്രകൃതി. അതുപോലെ തന്നെ നമ്മൾ സമുദ്രത്തിന്റെ അടിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ അതിശക്തമായ ഇരുട്ടാണ്. അമ്മയുടെ ഗർഭപാത്രം ഇരുട്ടാണ്. നമ്മൾ അവസാനം കൊണ്ടുവയ്ക്കുന്നത് മണ്ണിലാണെങ്കിൽ ആ മണ്ണിലും ഇരുട്ടാണ്. അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് ഈ ഇതിലേക്ക് കടന്നു വന്ന ഒരു ഉപകഥയാണ് നോക്കിയാൽ കാണാത്ത ആകാശമായ മറ്റൊരു നോവലായത്. അത് രണ്ടും കഴിഞ്ഞപ്പോഴും അയനാന്തരങ്ങൾ എന്നോട് ഇങ്ങനെ പരിതപിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും അയനാന്തരങ്ങൾ എഴുതാൻ, അയനാന്തരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത് തന്നെ വല്ലാത്തൊരു ആത്മസംഘർഷം എനിക്ക് നൽകിയ നോവലാണ്. അത് ഒരു എഴുത്തുകാരൻ എന്ന അർത്ഥത്തിലാണോ ഞാൻ ആ ഒരു സംഘർഷം അനുഭവിച്ചത്, അതല്ല ഒരു പച്ചയായ മനുഷ്യൻ അർത്ഥത്തിലാണോ, ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സാമൂഹിക ജീവിയായിട്ടാണോ, ഇതൊന്നും എനിക്കറിയില്ല. അയനാന്തരങ്ങൾ എന്ന നോവലിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു നോവലാണ്. പുരസ്കാരത്തെക്കാൾ ഉപരി അതിനുള്ളിൽ ഉപരി സത്യത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഓരോ അധ്യായം എഴുതി പോകുമ്പോൾ ഞാൻ വല്ലാത്ത ഒരു മാനസിക സംഘർഷത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു അംഗീകാരം ഉണ്ടാവേണ്ട ഒന്നാണല്ലോ എന്നിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതേസമയത്ത് തന്നെ അങ്ങനെ അംഗീകാരം നൽകാൻ സാധിക്കുന്ന ഒരു ബോഡി ആയിരിക്കുമോ ഇത് വായിക്കുക എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. ഇത് തികച്ചും ഒഴുക്കിനെതിരെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നീന്തി തളർന്ന കുറച്ച് ആളുകളുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവലിന് അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ അവാർഡ് എന്നതല്ല ഞാൻ കരുതിയത്, അതിനെ അംഗീകരിക്കുന്നവർ, ആ നോവലിന്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന സന്തോഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിച്ചത്. മറ്റൊന്ന്, ഈ നോവലിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രശംസ അത് എന്റെ കഴിവല്ല. അതിൽ ഞാൻ പരാമർശിച്ച 200-ൽ പരം വരുന്ന കഥാപാത്രങ്ങളിൽ 85% വരുന്ന നക്സൽ വിപ്ലവ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത സ്വന്തം ജീവിതത്തെ സ്വപ്നങ്ങളെ ത്യജിച്ച് വലിച്ചെറിഞ്ഞ് ധീര വിപ്ലവകാരികളുടെ കഴിവാണ്. അവർക്കാണ് ഈ അവാർഡ്, എനിക്കല്ല. ഞാനതിന്റെ ഒരു ജസ്റ്റ് ഒരു കാരണക്കാരൻ, എഴുത്തുകാരൻ മാത്രമായി എന്നതാണ്. ഇങ്ങനെ അവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടും തുറന്ന് ഉള്ള ഒരു എഴുത്തും വലിയൊരു വിവാദമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത? എന്റെ നോവലിൽ ഞാൻ കെ വേണുവിനെ എനിക്ക് രാധാകൃഷ്ണനായിട്ട് എഴുതാൻ സാധിക്കുമോ? വേണുവിന്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ ആ മനുഷ്യനെ എങ്ങനെയാണ് മറ്റൊരു പേരിൽ അവതരിപ്പിക്കാൻ പറ്റുക? മുല്ലപ്പൂക്കളും വളപ്പൊട്ടുകളും മഞ്ചാടിക്കുരുകളും ഒക്കെ സ്വപ്നം കണ്ടുന്ന കൗമാരത്തിൽ നിന്ന് യുവത്വത്തിലേക്കുള്ള യാത്രയിൽ പട്ടു ജാക്കറ്റും ബ്ലൗസും സുഖകരമായ സന്തോഷകരമായ ജീവിതവും അതിന്റെ വർണ്ണപ്പകിട്ടുമൊക്കെ സ്വപ്നം കാണേണ്ട ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിക്ക് എങ്ങനെയാണ് വിപ്ലവത്തെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത്? അപ്രകാരം സഞ്ചരിച്ച അജിത ചേച്ചിയെ എങ്ങനെയാണ് എനിക്ക് ഒരു സാറയോ അല്ലെങ്കിൽ രേണുകയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുക? ഫിലിപ്പൻ പ്രസാദ്, വെള്ളത്തൂൽ സ്റ്റീഫൻ, മുണ്ടൂർ രാവുണ്ണി, കെ രാമചന്ദ്രൻ, അതുപോലെ തന്നെ എത്രയോ ആളുകൾ. ചില ആളുകളുണ്ട്. ഒരു അബ്ദുസ്സലാം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്കുള്ള അഡ്മിഷൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹത്തെ പോലീസ് കൊണ്ടുപോകുന്നതും തടവറയിൽ കൊല്ലപ്പെടുന്നതും. പള്ളിക്കര ചോതി ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ചോതിയുടെ ഭാര്യ കുറുമ്പ. ചരിത്രത്തിൽ ഇവരാരുമില്ല. അബ്ദുസ്സലാമില്ല, കുറുമ്പയില്ല, ചോതിയില്ല. അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ. പ്രസ്ഥാനത്തിന് അന്നൊരു കാഴ്ച
കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മൾ പിടിക്കപ്പെടുമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വധിക്കപ്പെടുമെന്നും നമുക്കറിയുമെങ്കിൽ നാം ആരെങ്കിലും ഒരാളെങ്കിലും ഒരു വർഗ ശത്രുവിനെങ്കിലും വകവരുത്തുക എന്ന ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനം നടപ്പിലാക്കിയ ആദ്യത്തെയും അവസാനത്തേതുമായ വിപ്ലവകാരിയാണ് അങ്ങാടിപ്പുറം ബാലകൃഷ്ണൻ. ബാലകൃഷ്ണന്റെ മരണം എന്റെ നോവൽ നിങ്ങൾ വായിക്കണം, അത്രയും വൈകാരികമാണ്. അതുപോലെ വർഗീസ്, എല്ലാവർക്കും ഒരുപക്ഷെ നക്സൽ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ വർഗീസിന്റെ പേര് ഓർമ്മ വരും. പക്ഷെ വർഗീസ് ആരായിരുന്നു? എപ്രകാരമാണ് വർഗീസ് ഒരു പ്രസ്ഥാനത്തെ തന്റെ നെഞ്ചിലേറ്റിയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ആളുകൾ നിലവിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നടന്നു മാറി സമാന്തരമായ ഒരു വഴി സ്വീകരിച്ചത്? ഇതാണ് നോവൽ ചർച്ച ചെയ്യുന്നത്. ഒറ്റയ്ക്കൊരാൾ നോക്കിയാൽ കാണാത്ത ആകാശം. ഈ 2 നോവലുകൾ പിറവിയെടുത്തത് അയനാന്തരങ്ങൾ എന്ന നോവൽ എഴുതുമ്പോഴായിരുന്നു. ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അയനാന്തരങ്ങൾ എന്ന് പറഞ്ഞ നോവലിനാണ്. ഇത് എഴുതുന്ന സമയത്ത് ഒരുപാട് സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇതുമായി മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറെക്കുറെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. കാലങ്ങളായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 15-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മുടെ ടെലിവിഷൻ ചാനൽ സജീവമാകുന്ന കാലഘട്ടം മുതൽക്ക് ഇവർ നൽകിയിട്ടുള്ള അഭിമുഖങ്ങൾ ഞാനിത് കണ്ടിട്ടുണ്ട്. എന്റെ നോവൽ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് നക്സൽ ചരിത്രത്തിന്റെ നോവൽ ഭാഷ്യമാണ്. പ്രകാരം ഒരു കൃതി ഇതുവരെ മലയാള സാഹിത്യത്തിൽ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. നോവൽ ഭാഷ്യമാണ്. ഞാൻ അവരോട് പറയണ്ടായി, ഞാൻ നിങ്ങളുടെ അതേ പേര് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ജീവിച്ച അതേ സാഹചര്യം നിങ്ങളുടെ ആത്മകഥയിൽ പറഞ്ഞു, അജിത പറഞ്ഞത് അവർ പങ്കുവെച്ചത് ഞാൻ സർഗാത്മകമായി ഞാൻ ഉപയോഗിക്കുകയാണ്. കെ വേണുവിന്റെ ഒരു അന്വേഷണത്തിന്റെ കഥ, 2 വലിയ പുസ്തകങ്ങളാണ്. ഫിലിപ്പൻ പ്രസാദിന്റെ വിപ്ലവവും വിശ്വാസവും തുടങ്ങിയ പുസ്തകങ്ങൾ, മുണ്ടൂർ രാവണി ചേട്ടന്റെ പുസ്തകം, വെള്ളത്തൂൽ സ്റ്റീഫൻ ചേട്ടന്റെ പുസ്തകം, അങ്ങനെ ഒത്തിരി ആളുകളുടെ പുസ്തകങ്ങൾ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. കൂടാതെ ബിജുരാജിന്റെ നക്സൽ ദിനങ്ങൾ, ഏറ്റവും ആധികാരികമായിട്ട് പറയാവുന്ന ഒരു പുസ്തകം അതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു മായന്നൂർ നീലി എന്ന് പറയുന്ന ഒരു വിപ്ലവ നായികയുണ്ടായിരുന്നു. അവരെ ശരിക്കും ജൂനിയർ അജിത എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരെ ചരിത്രത്തിലില്ല, വേണ്ട വിധം അവർ വന്നിട്ടില്ല. അവർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഞാൻ കൃത്യമായിട്ട് ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂർ ഭാഗത്ത് അവിടെ ഇത്തിമ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ചരിത്രത്തെ ഞാൻ പഠിച്ചു. അവരെ സ്വാധീനിച്ച ചാണ്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പാലാക്കാരൻ ചാണ്ടി, ഭാസ്കരൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അഥവാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വേണു രംഗത്ത് വരുന്നത്. അതിനുശേഷമുണ്ടായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്ക് തോന്നുന്നത് അത് സർഗാത്മകമായിരുന്നു. അന്നാണ് സച്ചിദാനന്ദനും ബാലേന്ദ്രൻ ചുള്ളിക്കാടും തുടങ്ങിയ ആളുകളൊക്കെ, വാസുരേന്ദ്ര ബാബു, അതുപോലെ തന്നെ ജോയ് മാത്യു തുടങ്ങിയ കുറേ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ വരുന്നതും ഈ ആന്റണിയുടെ 6-ാം തിരുമുറിവ് നാടകം വിവാദമാകുന്നതും ആ സമയത്ത് തന്നെയാണ് കാഞ്ചിറച്ചിറയിലെ സോമരാജൻ വധം നടക്കുന്നത്. അതിന്റെ പ്രതികളുടെ ജീവിതം അതൊക്കെ ഞാൻ നോവലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് തുടക്കം കുറിക്കുന്നത്, ഈ ജനകീയ സാംസ്കാരിക വേദിക്ക് തുടക്കം കുറിക്കുന്നത് മധുമാഷാണ്. മധുമാഷെ കൂടെ ഉണ്ടായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു CR സുലോചന. ഒന്ന് ഓർത്തു നോക്കണം, ഒരു നാടകത്തിലെ കൗമാരക്കാരിയെ ഒരു പെൺകുട്ടിയെ പോലീസ് കൊണ്ടുപോയി പീഡിപ്പിച്ചത്, ആ പീഡനത്തെ നമുക്ക് എഴുതാൻ സാധിക്കില്ല. പലപ്പോഴും ഇവരൊക്കെ അനുഭവിച്ച പീഡനങ്ങളുടെ, വേദനകളുടെ, യാതനകളുടെ, രോദനങ്ങളുടെ ആ നൊമ്പരങ്ങൾ, ആ അലയടിക്കുകൾ, ആ ഏങ്ങലുകൾ പലപ്പോഴും എന്നെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കെ കുറച്ചു നേരം അങ്ങനെ നിശബ്ദമായിരുന്നിട്ടുണ്ട്. ഞാൻ ഓർത്തത് എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്? പക്ഷെ അവരെന്താണ് അനുഭവിച്ചത്? 18-20 വർഷം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് അതിക്രൂരമായ മൃഗീയമായ, ലോകം കണ്ടിട്ടില്ലാത്ത അത്രയും മൃഗീയമായ പീഡനങ്ങൾ. അവർ നിലനിൽക്കുന്ന ഭരണകൂട വ്യവസ്ഥിതി അനീതി പ്രവർത്തിക്കുന്നു എന്നവർക്ക് ബോധ്യപ്പെടുമ്പോൾ, അസമത്വം ജനതയോട് പ്രകടിപ്പിക്കുന്നത് ബോധ്യപ്പെടുമ്പോൾ, സമത്വത്തിനു വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി, മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി അവർ പടപൊരുതി. അങ്ങനെ പടപൊരുതിയവർ ഒരുപക്ഷെ ചരിത്രത്തിൽ എക്കാലത്തും ക്രിമിനൽ പശ്ചാത്തലത്തിലായിരിക്കാം എഴുതപ്പെട്ടത്. അവർ ക്രിമിനലുകളായിരിക്കാം. പക്ഷേ അവർക്ക് അധികാരം കിട്ടിയിരുന്നെങ്കിൽ, അവർ ഇന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാകുന്ന MLAയും MP-യുമാകുന്ന അവസ്ഥയിലേക്ക് വന്നിരുന്നെങ്കിൽ, അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് ആരാണ് ചർച്ച ചെയ്യുക? ഈ നമ്മുടെ ഓരോ രാജ്യങ്ങളും ഭരിക്കുന്ന ഓരോ ഭരണകൂടങ്ങളെയും, ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ഭരണകൂടങ്ങളും എപ്രകാരമാണ് ഒരു ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരെ അല്ലെങ്കിൽ കൊളോണിയൽ വ്യവസ്ഥിതിക്കെതിരെ പടപൊരുതി എന്ന ചരിത്രം നോക്കുമ്പോഴല്ലേ, ആ പടപൊരുതുന്ന സമയത്ത് ആ അധിനിവേശ ശക്തികൾക്ക് ഇവർ ക്രിമിനലുകളാണ്. ബ്രിട്ടീഷുകാർ, മഹാത്മാഗാന്ധി ക്രിമിനലായിരുന്നല്ലോ. ആർക്കാണോ അധികാരം ലഭിക്കുന്നത്, അധികാരം ലഭിച്ചത് മുതൽ അവന്റെ കഴിഞ്ഞ കഥകൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ജനം തന്നെ മറന്നുപോവുകയാണ്. പിന്നെ അവന് ഫ്ലക്സ് അടിക്കുകയും അവന് പ്രതിമ നിർവഹിക്കും, അവന്റെ പിന്നിൽ മരിക്കാൻ തയ്യാറായ 1000-ങ്ങളും 10,000-ങ്ങളും പിറവിയെടുക്കുകയാണ്. കാരണം ആ അർത്ഥത്തിലേക്ക് ഇന്ന് അത് പക്ക ബിസിനസ്സാണ് രാഷ്ട്രീയം. എന്റെ നോവൽ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ലഭിച്ച പ്രശസ്തി പത്രത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. എക്കാലവും മലയാള സാഹിത്യത്തിൽ പ്രമേയം കൊണ്ടും ഭാഷയുടെ ചൈതന്യം കൊണ്ടും ശ്രദ്ധേയമാകുന്ന ഈ കൃതിക്ക് മലയാള സാഹിത്യ അക്കാദമി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നിസ്സീമമായ സ്നേഹവും ആദരവും. അക്കാദമിയോട് 2 കൈകളും കൂപ്പി എനിക്ക് കാലത്തും പറയാനുള്ളൊരു നന്ദി ആ ഏറ്റവും വലിയ വാചകമാണ്. അവർ നൽകിയ ആദരവ്, അല്ലെങ്കിൽ ക്യാഷ് പ്രൈസ് നൽകുകയുണ്ടായി, ശില്പം നൽകുകയുണ്ടായി, ഒരു സർട്ടിഫിക്കറ്റ് എക്കാലത്തും സൂക്ഷിക്കാൻ നൽകേണ്ടത്. പക്ഷേ അതിൽ അച്ചടിച്ച ആ ഒരു വാചകമാണ്. എപ്രകാരമാണ് അത് അവർക്ക് എഴുതാൻ സാധിച്ചത്? അവിടെയാണ് എൻ്റെ നോവൽ. സർഗാത്മകമായി ഞാൻ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു എഴുത്തുകാരൻ എന്ന അർത്ഥത്തിൽ എടുക്കാൻ സാധിക്കുന്ന സർഗാത്മകമായിട്ടുള്ള എൻ്റെ കാൽപ്പനിക ഭാവങ്ങൾ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അത് വായിക്കാൻ സാധിക്കുള്ളൂ. അതെ, കാരണം ഇത് അക്കാഡമിക്കലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അത്തരത്തിലുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. പക്ഷെ സർഗാത്മകമായി ഒരു ചരിത്രത്തെ പഠിക്കാൻ, മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള പുസ്തകം ഇല്ല എന്നാണ് ഡോക്യുമെന്ററികൾ, ഫീച്ചറുകൾ, ലേഖനങ്ങൾ,
നോവലുകൾ, ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടായി. ചാരു മജുദാർ തന്റെ 53-ാമത്തെ വയസ്സിൽ തടവറയിൽ ചവിട്ടേറ്റ് മരിക്കുകയാണ്. കനൂസന്യാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. ഗോഗൻ മജുദാർ, ജംഗൻ സന്താൾ ഗോത്രം എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വളരെ സ്തുത്യർഹമായ സംഭാവനകൾ, പതിനായിരക്കണക്കിന് ആളുകളെ ആ ഒരു ഗോത്രവർഗം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലി നൽകിയിട്ടുണ്ട്. ആ തലമുറയിൽ നിന്നാണ് ജംഗൻ സന്താൾ വരുന്നത്. ഗുദൻ മല്ലിക്, ശാന്തിമുണ്ട എന്ന് പറയുന്ന അനശ്വരമായ ഒരു വിപ്ലവകാരിയായിരുന്നു. നമ്മളിന്നിവിടെ അജിതയൊക്കെ സ്മരിക്കുന്നത് പോലെ ആ ഒരു ബന്ധം കനൂസന്യാലിന്റെ സ്വന്തം സഹോദരിയെ പോലെയാണ് ശാന്തിമുണ്ടയെ കണ്ടിരുന്നത്. കനൂസന്യാൽ വിവാഹം കഴിച്ചിരുന്നില്ല. ശാന്തിമുണ്ടക്ക് ആ ഒരു ജീവിതം നഷ്ടപ്പെടുന്നു കരുതിക്കൊണ്ട് സ്വന്തം മകളെ പോലെ, സഹോദരിയെ പോലെ കനൂസന്യാൽ ശാന്തിമുണ്ടയുടെ വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ അജിതയെ പറ്റി പറയുമ്പോൾ അജിതയുടെ അച്ഛൻ കുന്നിക്കൽ നാരായണൻ ബോംബെയിൽ നിന്ന് തിരിച്ചു വന്ന കാലഘട്ടം വരുമ്പോൾ അജിത കൈക്കുഞ്ഞാണ്. ഗുജറാത്തുകാരിയായ മന്ദാകിനിയാണ് വിവാഹം കഴിക്കുന്നത്. മന്ദാകിനി ചെറുപ്പം മുതൽ വിപ്ലവീര്യമുള്ള സ്ത്രീയായിരുന്നു. ആ വിപ്ലവമാണ് അജിതക്ക് പകർന്നു കിട്ടുന്നത്. അജിത, ഞാൻ എന്റെ പഠനത്തിൽ കണ്ട ഏറ്റവും രസകരമായ ഒരു കാര്യം, അന്ന് റേഷൻ വെട്ടി കുറച്ചൊരു സമര കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ശക്തമായി സ്കൂളിൽ പ്രതികരിച്ച ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അജിത. അവിടുന്ന് തുടങ്ങി അച്ഛന്റെ വഴി, അമ്മയുടെ വഴി. വിപ്ലവങ്ങൾക്ക് പുറപ്പെടാൻ തയ്യാറാകുമ്പോൾ കുന്നിക്കൽ നാരായണൻ പറയുന്നുണ്ട്, നിങ്ങൾ വരണ്ട. മന്ദാകിനി എന്ന് പറയുന്നത് അവര് ചെറിയൊരു ആസ്മ പേഷ്യന്റും കൂടിയാണ്. വയ്യ. ഗുജറാത്തിയാണ്. കോഴിക്കോട് സ്കൂളിൽ ഒരുപാട് കാലം അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട്. അജിതയാണെങ്കിൽ കൗമാരക്കാരിയായ ഒരു കുട്ടിയാണ്. ഒരു അച്ഛന്റെ സ്നേഹമാണ് അവിടെ അച്ഛന്റെ കരുതൽ പറയുന്നുണ്ട്, വേണ്ട, വരണ്ട. അതിനവർ പറഞ്ഞ മറുപടിയും അവർ പിന്നീട് ആ സമരങ്ങൾ നയിക്കുന്നതും ഒക്കെ നോവലിൽ കൃത്യമായി ഞാൻ ഇടപെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, ഈ അയനാന്തരങ്ങൾ എന്നുള്ള പേര് അത്ര പരിചിതമല്ല എല്ലാവർക്കും. എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇങ്ങനെ ഒരു പേര് എന്ന്. അയം എന്ന് പറഞ്ഞാൽ ശരിക്ക് അയങ്ങൾ എന്ന് പറഞ്ഞാൽ കരുക്കളാണ്, ചതുരംഗ പലകയിലെ കരുക്കളാണ്. എന്റെ നോവലിലുള്ളതൊക്കെ മനുഷ്യന്റെ ജീവിതമാകുന്ന ഈ പ്രപഞ്ചമാകുന്ന ഇതിലെ കുറെ കരുക്കളുടെ കഥയാണ്. പ്രത്യേകിച്ച് പോരാട്ട ഭൂമിയെ ഞാനൊരു ചതുരംഗ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അതിലെ കരുക്കളാണ്. മറ്റൊന്ന് അയനം എന്ന് പറഞ്ഞാൽ മാർഗം, ലക്ഷ്യം എന്നൊക്കെയാണ്, വഴി. ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള സംയോജനമാണ് ഈ നോവൽ നടക്കുന്നത്. അതാണ് ഞാൻ ആ പേര് അപ്രകാരം ഇടാൻ കാരണം. അതേസമയം നോക്കിയാൽ കാണാത്ത ആകാശം എന്നോട് ചോദിക്കേണ്ടായി. അതൊരു ഇല്യൂഷനാണ്. നോക്കിയാൽ കാണാത്ത ആകാശത്തെ നമ്മൾ കാണുന്നില്ല. പിന്നെ ആ നോവൽ ഇതുപോലെ തന്നെ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ സംഘടനകളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെയല്ല. അത് മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ ദാർശനികതയാണ്. കുതസ്മജാതഹ ജീവാമകേനഹ ക്വചസം പ്രതിഷ്ഠാഹ എന്ന് ഒരു ശ്ലോകമുണ്ട്. പ്രതിഷ്ഠന്റെ അരികിൽ വന്നിട്ട് ഒരു യക്ഷൻ എന്താണ് ജീവിതമെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥമായ വസ്തുത എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം നൽകുന്ന മറുപടിയാണത്. നമ്മൾ മരിച്ചു പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം നമ്മൾ മരിച്ചു പോകുന്നു. വൃക്ഷങ്ങളെ പോലെ, മൃഗങ്ങളെ പോലെ, നദികൾ മരിക്കുന്നത് പോലെ, ശലഭങ്ങൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ, ഈയാമ്പാറ്റകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ മനുഷ്യരും ഒരു നിമിഷം മരിച്ചു പോകുന്നവനാണ് എന്നുള്ള ബോധം അവനില്ലാത്തതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വസ്തുത. അത് തിരിച്ചറിയുന്ന മനുഷ്യന് പിന്നെ മുന്നോട്ടുള്ള യാത്ര വളരെ സുഖകരമായിരിക്കുമെന്നാണ് ആ നോവൽ പറഞ്ഞു വെക്കുന്നത്. ആ ഒരു സന്ദേശമാണ് കടലപ്പാപ്പൻ എന്ന് പറയുന്ന അതിക്രൂരനായ ഒരു മനുഷ്യനിലൂടെ ആ നോവലിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. മലയാള സാഹിത്യ അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിച്ച കാര്യം പറഞ്ഞു. അതുപോലെ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതായത് സ്വർണ്ണമയൂരം എന്ന ദേശീയ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത്. അത് നാടകങ്ങളുടെ ഒരു സമാഹാരത്തിനാണ് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് റേഡിയോ നാടകങ്ങൾ നിരവധി എഴുതിയിട്ടുണ്ട്. അതില് കാറ്റുണരാതെ അല്ലെ, അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് നാടകങ്ങളുടെ ഒരു സമാഹാര ഗ്രന്ഥമാണ് എന്റെ റേഡിയോ നാടകങ്ങൾ. അതാണ് ഞാൻ ഈ മലയാള സാഹിത്യ അക്കാദമി ആൻഡ് റിസർച്ച് സെന്ററിന് അവരുടെ മത്സരത്തിന് വേണ്ടി അയച്ചത്. അങ്ങനെ അതിനാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അതില് കാറ്റുണരാതെ എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ പേരാണ് പുസ്തകത്തിൽ ടൈറ്റിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു ഭ്രാന്ത് വില്ലനായി വരുന്ന ഒരു കൊമേഴ്സ്യൽ വാല്യൂള്ള ഒരു നാടകമാണ്. ഞാൻ അതിന്റെ ഉളറുകളിലേക്ക് കടക്കുന്നില്ല. മറ്റൊന്ന് ഒരാൾ പോകും വഴി എന്ന നാടകമാണ്. അത് തികച്ചും ദാർശനികമാണ്. ഒരാൾ പോകും വഴി എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ചൊരു പേരിൽ തന്നെ അതുണ്ട്. മറ്റൊന്ന് സത്യാർത്ഥം എന്ന് പറയുന്ന നാടകമാണ്. തൊഴിൽ രഹിത യുവാക്കൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളും സമൂഹം അവരെ കാണുന്നതും അത് തുടർന്നിട്ടുള്ള ഒരു സ്ഥിരം സാധനമാണ്. പക്ഷെ അതിൽ വിഭിന്നമായി നമ്മൾ ചില സന്ദേശങ്ങൾ അതിൽ നൽകുന്നുണ്ട്. മറ്റൊരു നാടകം താളഭംഗമാണ്. അത് പുള്ളുവന്മാരുടെ കഥയാണ്. സമൂഹം പരിപൂർണമായിട്ടും തിരസ്കരിച്ച, മറന്ന, വിസ്മരിച്ച, അവഗണിച്ച പുള്ളൂരുടെ കഥയാണ്. ഇന്ന് പുള്ളൂർ എവിടെയുണ്ട് എന്ന് ചോദിച്ചവർ പക്ഷെ ആർക്കും അറിയില്ല. പുതിയ തലമുറയ്ക്ക് എന്താണ് ഈ സംഭവം എന്ന് പോലും അറിയില്ല. പുള്ളുവീണയും പുള്ളുവപ്പാട്ടും പുള്ളുരൂപങ്ങളൊക്കെ നാളെ ഒരു പക്ഷേ നമ്മുടെ മ്യൂസിയത്തിൽ കയറിയിരിക്കാൻ അർത്ഥത്തിലേക്ക് അത് പതിച്ചുപോയി, അത് വിസ്മരിക്കപ്പെട്ടു. അപ്പൊ അവരുടെ കഥയാണ്. അവർക്കൊരു താങ്ങ് കൊടുക്കാൻ എന്റെ സർഗാത്മകത കൊണ്ട് എനിക്ക് അത്രയും സാധിക്കും. അത് ഞാൻ പരിചയപ്പെടുത്തി. മറ്റൊന്ന് ധർമായനമാണ്. ഈ വർത്തമാന വാർത്താവിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മതങ്ങളാണ്. അങ്ങനെ ഒരു അവസ്ഥ മതത്തിന് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോർപ്പറേറ്റുകളുടെ കൈകടത്തൽ കൊണ്ടാണ്. അതുകൊണ്ടാണ് ചില പ്രസ്ഥാനങ്ങൾ തന്നെ ലോകത്ത് രൂപപ്പെട്ടത്. മതങ്ങളുടെ മൂല്യങ്ങളെയും മതങ്ങളുടെ ആ ഒരു പ്രസക്തി ഇല്ലായ്മ ചെയ്തെങ്കിൽ മാത്രമാണ്
ഓപ്പോസിറ്റുള്ള ശക്തികൾക്ക് വളരാൻ സാധിക്കുള്ളൂ. ഇത് കുറെ അരുതുകളുടെയും പാടില്ലകളുടെയും വിലക്കുകളുടെയും പട്ടിക നിരത്തുകയാണ്. പാടില്ലകളുടെ പട്ടിക നിരത്തുന്ന ആ അതിരുകൾക്ക് അപ്പുറം താണ്ടുന്ന അപകടം തന്നെ നമുക്കറിയാം. പക്ഷെ നമ്മൾ താണ്ടി കടക്കുകയാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന തുച്ഛമായ ഒരു ജീവിതം, അതിൽ മാക്സിമം ആസ്വദിക്കണം എന്നുള്ളതാണ്. ജീവിതം മഹാതേനിനെ പോലുള്ള ഒരു ജീവിതം, എന്തു വന്നാലും എനിക്ക് ആസ്വദിച്ചിടണം മുന്തിരി ചാറു പോലുള്ള ഒരു ജീവിതം, എന്നും ഇതിന്റെ ലഹരിയിൽ ആനന്ദ തുന്തിലമെന്മനം ഒളിപ്പറക്കണം. ഇതാണ് ജീവിതത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം നമ്മളോട് പറഞ്ഞവർ. ഇല്ലൊരു സമാധാനം ഇങ്ങെങ്ങും വെറും പൊള്ളലടങ്ങാത്ത ദാഹമാണയ്യോ ചുറ്റുമെന്ന് വിലപിച്ചവർ. ഇവരെന്താണ് ലോകത്തിന് നൽകിയത്? ഇവരെന്താണ് ലോകത്തിന് വരുന്ന തലമുറയോട് പറഞ്ഞത്? ഭരിക്കാനും ഭരിക്കപ്പെടാനുമുള്ള രണ്ട് വിഭാഗം മാത്രമേ ഭൂമിയിലുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഭരിക്കുക, അതിന് അധികാരം വേണം, ശക്തി വേണം. അതുകൊണ്ട് മൈറ്റ് ഈസ് റൈറ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ദ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകം ഇത് നിക്കോളോ മാക്കിയോവെല്ലി ലോകത്തോട് വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങളുടെ ഗുരുനാഥന്മാരും നിങ്ങളുടെ മാതാപിതാക്കളുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. അതുകൊണ്ട് അവരെ ത്യജിക്കുക. ജർമ്മൻ ചിന്തകനായ ക്യാൻഡിന്റെയും വാദം മറ്റൊന്നായിരുന്നില്ല. ജാൻ പോൾ സാർത്രയും യൂജീൻ ഓവ്ലിനും. തുറന്നു പറയുകയാണെങ്കിൽ ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട്സ് ആൻഡ് ഫ്യൂരീസ് സിഗ്നിഫൈങ് നത്തിങ്. ലേഡി മാക്ബത്തിന്റെ മരണവാർത്ത അറിയുമ്പോൾ ഷേക്സ്പിയർക്ക് പറയിപ്പിക്കാൻ മറ്റൊന്നും കിട്ടിയില്ലേ എന്ന് ഞാനൊരു പക്ഷേ ചിന്തിക്കാറുണ്ട്. കാരണം ജീവിതം ഏതോ വിഡ്ഢി പറഞ്ഞ കടങ്കഥ മാത്രമാണ്. തിരിച്ചറിയാൻ അതിലൊന്നും തന്നെയില്ല. അപ്പൊ ജീവിതം എന്താണുള്ളത്? അപ്പൊ ജീവിതത്തിന്റെ മൂല്യം എവിടെ പോയി? അവിടെയാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം കടന്നു വരുന്നത്. വെളിച്ചത്തെ പരിപൂർണമായ ദുഃഖത്തിലേക്ക്, നിരാശയിലേക്ക് തള്ളിയിടുകയാണ്. വെളിച്ചം, ദുഃഖം, ഇരുട്ട്. ആ ഇരുട്ടിനെ പുണർന്നവരായിരുന്നു ഹിപ്പിസം എന്ന് രൂപപ്പെട്ടുകൊണ്ട് ലോകത്തുണ്ടായിരുന്നവർ. അവർക്ക് അച്ഛനമ്മമാരോടോ സമൂഹത്തോടോ സാമൂഹിക വ്യവസ്ഥിതിയോടോ മതത്തോടോ ഒന്നും തന്നെ ഒരുവിധ പ്രതിബദ്ധതയും ഉണ്ടായിരുന്നില്ല. ഉടുക്കുന്ന വസ്ത്രത്തിൽ പോലും, കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും. അത്തരമൊരു ജനതയല്ലല്ലോ ലോകത്തിന് ആവശ്യം. ലോകത്തിന് നല്ല മനസ്സുള്ള, സ്നേഹമുള്ള, സ്നേഹസംഗീത ഗീതികൾ ആലപിക്കുന്ന, സഹോദര എന്ന് വിളിച്ച് മാറോട് ചേർത്തണക്കാൻ സാധിക്കുന്ന മനുഷ്യരാണ് നമുക്കുണ്ടാവേണ്ടത്. എന്റെ ചിന്ത അതാണ്. എനിക്ക് പറയാൻ സാധിക്കുന്നത് ചെറിയ പേജുകളിലൂടെ, കുറച്ച് വാക്കുകളിലൂടെ, കവിതകളിലൂടെ, കഥകളിലൂടെ, നാടകങ്ങളിലൂടെ, നോവലുകളിലൂടെ എന്റെ ദൗത്യം ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടങ്ങാൻ ഒത്തിരി വൈകി. ഞാനും ജീവിതത്തിന്റെ മധ്യാഹ്നം കടന്നുപോയൊരു മനുഷ്യനാണ്. സായന്തനങ്ങളിലേക്കുള്ള യാത്രയിലാണ്. ഇനി പറയാൻ അധികം ആകുമോ എന്ന് നമുക്കറിയില്ല. എത്ര കണ്ട് പറയാൻ സാധിക്കും? എത്ര കണ്ട് രതീഷിനോട് എന്നോട് ചോദിക്കാൻ സാധിക്കും? രതീഷിനെ ആരോടൊക്കെ എന്തെല്ലാം ചോദിക്കാൻ സാധിക്കും? ചോദിച്ചത് അത്രയും പുണ്യം, കേട്ട ഉത്തരങ്ങൾ അത്രയും പുണ്യം. അത്ര മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഇതുവരെ കേട്ടതിൽ നിന്ന് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുസ്തകം ഇറങ്ങിയിട്ടില്ല. പുസ്തകം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ കംപ്ലീറ്റ് ഈ മൊബൈൽ ഉണ്ടെന്നുള്ള കാര്യം കൂടി തന്നെ ഉണ്ട്. ഏത് നോവൽ എഴുതിയിട്ടുണ്ടോ ആ നോവലുകളൊക്കെ എഴുതിയിട്ടുള്ളത് ഈ ഒരു മൊബൈലിലാണ്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് വായിക്കാൻ പറ്റുമോ? ഈ നക്സൽ പ്രസ്ഥാനം ഇങ്ങനെ രൂപപ്പെടുന്നത് അന്ന് ആർക്കും അറിയില്ല. കുന്നിക്കൽ നാരായണൻ, അതുപോലെ തന്നെ മന്ദാകിനി നാരായണൻ, ഒരുപക്ഷെ മകൾ അജിത, വർഗീസ്, തേറ്റമല കൃഷ്ണൻകുട്ടി, ഫിലിപ്പൻ പ്രസാദ്, വെള്ളത്തൂൽ സ്റ്റീഫൻ, മുണ്ടൂർ രാവുണ്ണി, അങ്ങനെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കാന്തലൂട്ട് കരുണനൊക്കെ പിന്നീട് നിന്ന് വിട്ടു പോകുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ തീരുമാനമായിരുന്നു. നോവൽ അതൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്രകാരം ഈ പുൽപ്പള്ളി എന്നുള്ള സ്ഥലത്ത് നിന്ന് ഒരു കർഷകൻ, ഒരു സുകുമാരൻ ഇതിൽ പങ്കെടുത്തിരുന്നു. സുകുമാരൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായി പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു തലമുറയുടെ അവസാനത്തെ ആ കാലഘട്ടത്തിലെ പ്രതിനിധിയാണ്. അവരുടെ തലമുറകളായിട്ട് അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് ഈ ജിൻമിത്തത്തിൻ്റെയും രാഷ്ട്രീയ അധികാര ശക്തികളുടെയൊക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം രൂപപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ സുകുമാരൻ ഇവിടെ ഓടിയെത്തുകയാണ്. അങ്ങനെ കുന്നിക്കലിൻ്റെ കൂടെ അവരൊരുമിച്ചിരിക്കുമ്പോൾ സുകുമാരൻ പറയുന്നുണ്ട്, എൻ്റെ പേര് സുകുമാരൻ, ഞാൻ പുൽപ്പള്ളിയിലെ ഒരു കർഷക കുടുംബത്തിലെ അംഗമാണ്. വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു നേതൃത്വത്തിനും സംഘത്തിനുമായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഞങ്ങളുടെ അമ്മ പെങ്ങന്മാരെയും കൃഷിയും മണ്ണും മാനവും മര്യാദയും ഒക്കെയും ചവിട്ടിമെതിക്കുന്ന ജന്മികളെയും അവരെ പിന്താങ്ങുന്ന പോലീസിനെയും ഞങ്ങൾക്കൊരു പാഠം പഠിപ്പിക്കണം. ഞങ്ങളും മനുഷ്യരാണെന്ന് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം. ഞങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായി ജീവിക്കണം. നാളിതുവരെയും വിവിധ പാർട്ടിക്കാർ ഞങ്ങളെക്കൊണ്ട് കുറേ ഫണ്ട് പിരിവും സമരവും പിക്കറ്റിങ്ങും നടത്തിച്ചിട്ടുണ്ട്. കുറേയേറെ നിവേദനങ്ങളും കൊടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇനിയും അത് തുടരാനാവുകയില്ല. തുറന്ന യുദ്ധമെങ്കിൽ അതിന് ഞങ്ങൾ ഒരുക്കമാണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ എൻ്റെ ജീവനും രക്തവും മാംസവും വാഗ്ദാനം ചെയ്യുന്നു. നിർത്താതെയുള്ള കരഘോഷത്തോടെയാണ് സുകുമാരന്റെ ആ വാക്കുകളെ യോഗം അംഗീകരിച്ചത്. തുടർന്നുള്ള ചർച്ചകളിൽ മറ്റു കർഷകരും സുകുമാരന്റെ വാക്കുകളെ തന്നെ ആവർത്തിച്ചു. കുന്നിക്കലും വർഗീസും സംഘവും ആവേശഭരിതരായി. സഖാവ് സുകുമാരനിൽ അവർ നല്ലൊരു വിപ്ലവകാരിയെ കണ്ടു. ദിവസങ്ങൾ പിന്നിട്ട ചർച്ചകളും പദ്ധതികളും വിപ്ലവം എന്ന ഒരാശയത്തിന് കർഷകരിൽ വിത്തുപാകി. നക്സൽ ഭാര്യയുടെ വർത്തമാനങ്ങളും വിജയങ്ങളും അവരിൽ ഇനിയും ക്ഷമിക്കുവാനുള്ള മനസ്സ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു. നൂറ്റാണ്ടുകളായി അവരെ ബന്ധിച്ച ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയാൻ സമയമായി എന്നവർ വിശ്വസിച്ചു. പിന്നീട് നിർണായകമായ ആ അന്തിമ തീരുമാനത്തിന് വൈകിയില്ല. വിപ്ലവം നിശ്ചയിക്കപ്പെട്ടു. വിപ്ലവം വിജയിക്കട്ടെ. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ മരണം. മാവോ ഐക്യം സിന്ദാബാദ്. പെട്ടെന്ന്
ചാടി എഴുന്നേറ്റുകൊണ്ട് വർഗീസ് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചു. ഈ ഒരു നോവലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുറന്നെഴുത്ത് തന്നെയാണ്. മറ്റൊന്നും നോക്കാതെ അവരുടെ പേരുകൾ എടുത്ത് പറയുന്ന ആ നടന്ന സംഭവം അതുപോലെ തന്നെ എടുത്ത് പറയാൻ കാണിച്ച ഒരു ധൈര്യം തന്നെ. ഞാൻ അങ്ങനെ ഒരിക്കലും ജീവിതത്തെ വെല്ലുവിളിയായിട്ടൊന്നും എടുക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യം, നമ്മൾ ജീവിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം, അതിന് നമ്മൾ തന്നെ കൽപ്പിച്ചു നൽകിയ ചില ചട്ടക്കൂടുകളുണ്ട്. അവയെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഭേദിക്കണമെന്നോ തലമുറയിടണമെന്നോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയത്തെ കളവില്ലാതെ പറയാൻ ശ്രമിക്കുക. അപ്പോഴാണ് എനിക്ക് എന്നോട് നീതി പുലർത്താൻ സാധിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എമേഴ്സൺ പറഞ്ഞത്, നിങ്ങൾ ഹൃദയ രക്തത്തിലേക്ക് തൂലിക മുക്കൂ, അപ്പോഴേ നിങ്ങൾക്ക് നല്ല രചനകൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഹൃദയ രക്തത്തിലേക്ക് തൂലിക മുക്കാത്തതാണ് പ്രശ്നം, നമ്മൾ അടിമപ്പെടുന്നതാണ് പ്രശ്നം. ഞാൻ ഈ നോവലിൽ ചർച്ച ചെയ്യപ്പെടുന്ന കറന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മണ്ഡലങ്ങളിൽ നമുക്ക് സുപരിചിതമായ, നമ്മൾ നൊമ്പരപ്പെടുന്ന, വേദനിക്കുന്ന, ഭയപ്പെടുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഞാൻ തുറന്നെഴുതിയിട്ടുണ്ട്. അത് തുറന്നെഴുതുക എന്നുള്ളതല്ല, അത് എഴുതലാണല്ലോ എഴുത്തുകാരന്റെ ധർമ്മം. സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത ഒരു എഴുത്തുകാരന് നോബൽ സമ്മാനം കിട്ടിയിട്ട് എന്ത് കാര്യം? അയാൾ പറഞ്ഞത്, അയാൾ എഴുതിയത് വരുന്ന തലമുറയ്ക്ക് പാടാൻ സാധിക്കണം, പറയാൻ സാധിക്കണം. സഹജാതൃതൻ മൊഴികൾ സംഗീതമായി തോന്നും നാൾ വരും ആശിക്കുക എന്നാണ് ONV പറഞ്ഞത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടോ? ഇപ്പോൾ സഹജാതൃതൻ മൊഴികൾ സംഗീതമായി തോന്നുന്ന നാൾ വരാൻ ആശിക്കാനേ നമുക്ക് സാധിക്കൂ. വർത്തമാന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതമേഖലകൾ നമ്മൾ പറയുന്നത് അവരുടെ വാക്കുകൾ വെറുപ്പോടെ കാണണമെന്നാണ്. അവരെ വെറുപ്പോടെ കാണണം. നിറത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ, ദേശത്തിന്റെ, മതത്തിന്റെ, വിശ്വാസത്തിന്റെ, ഭക്ഷണത്തിന്റെ, വസ്ത്രത്തിന്റെ എല്ലാം പ്രത്യേകമായ ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടേ കാണാൻ പാടുള്ളൂ. ആ ഒരു വേദന നിറഞ്ഞ കാലഘട്ടത്തിലാണ് എന്നെ പോലുള്ള ഒന്നുമല്ലാത്ത എഴുത്തുകാർ എഴുതുന്നത്. ആ എഴുത്തിൽ ആത്മാർത്ഥത കാണിക്കാൻ സാധിച്ചില്ല എങ്കിൽ നല്ലൊരു പുസ്തകം ഇരിക്കേണ്ട പ്രതലത്തിൽ എന്റെ ഈ ചവർ കൊണ്ടുവെക്കാൻ ഞാൻ എന്തിനാണ് അധ്വാനിക്കുന്നത്? പക്ഷെ എനിക്ക് സധൈര്യം ആത്മാർത്ഥമായി ഹൃദയത്തിൽ കൈവച്ചുകൊണ്ടിട്ട് പറയാൻ സാധിക്കും, എന്റെ പുസ്തകം കാലത്തിന്റെ കുത്തൊഴുക്കിനൊപ്പം ഒഴുകി പോകുന്ന ഒന്നല്ല. തിരിച്ച് ഫിലിപ്പൻ പ്രസാദിന് അനുഭവപ്പെട്ടതുപോലെ ആ വിപ്ലവ സമരഘട്ടങ്ങളിൽ അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വേണോ ഇപ്പൊ പോണോ നമ്മൾ ഈ ആക്രമണത്തിന്, പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്? നമ്മളൊന്നും കൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് പറഞ്ഞപ്പോ അന്ന് മറ്റെല്ലാവരും ചേർന്ന് ഫിലിപ്പൻ പ്രസാദിനെ നീ ഭീരുവാണോ എന്ന അർത്ഥത്തിൽ സംസാരിച്ചു. ഒടുവിൽ അദ്ദേഹം, എന്റെ നോവലിൽ ഞാൻ പറയും, അദ്ദേഹം അവിടുന്ന് മാറിയിരുന്ന്, ഞാൻ എന്റെ സർഗാത്മകമായി പറയുന്നു, ഒരു കൊച്ചു വെള്ള ചാലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനടുത്ത് പോയിരിക്കുകയാണ് ഫിലിപ്പൻ പ്രസാദ്. അദ്ദേഹം അതിലേക്ക് നോക്കുമ്പോൾ ഒരു കൊച്ചു മത്സ്യം ആ ഒഴുക്കിനെതിരെ നീന്തിക്കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരം ശ്രമിച്ച ആ ഒഴുക്കിനൊപ്പം ആ മത്സ്യം തിരിച്ചു പോകും. പക്ഷേ ഫിലിപ്പൻ പ്രസാദിന് ആ ഒഴുക്കിനൊപ്പം അതേപോലെ ഒഴുകിപ്പോയേ പറ്റൂ. തിരിച്ചു കയറാൻ സാധിച്ചില്ല. പക്ഷെ അത് എന്തെങ്കിലും നാളെ വലിയ മത്സ്യമായി രൂപം കൊണ്ട് പരിപൂർണ ആരോഗ്യമെടുത്ത് ആ ഒഴുക്ക് നീന്തി കടന്ന് മറ്റൊരു ജലാശയത്തിലേക്ക് എത്തുന്ന ഒരു കാലം വരും. ഓരോ അധകൃതന്റെയും, അടിച്ചമർത്തപ്പെട്ടവന്റെയും, ആട്ടിയോടിക്കപ്പെട്ടവന്റെയും, പേടിപ്പിക്കപ്പെട്ടവന്റെയും, പീഡിപ്പിക്കപ്പെട്ടവന്റെയും, വേട്ടയാടപ്പെട്ടവന്റെയും, പാർശ്വവൽകൃതന്റെയും, അരികുവൽകൃതന്റെയും ഒക്കെ ഒരു നല്ല നാളെ ഉണ്ടാകും. ഇപ്പോഴത്തെ എഴുത്തുകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ ആ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പം ഉള്ളത്. ഇപ്പോഴത്തെ എഴുത്തുകാരെ ഞാൻ വിലയിരുത്തുന്നത് സത്യത്തിൽ എന്നിലൂടെ തന്നെയാണ്. പുതിയ എഴുത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നോട് പറയാനുള്ളത്, ആദ്യം എഴുതണമെന്നുള്ള ഒരു അന്തചോദന ഉണ്ടാകുമ്പോൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്, ഞാൻ എന്തിനെഴുതണം, ഞാൻ എന്തെഴുതണം, ഞാൻ എങ്ങനെ എഴുതണം എന്നുള്ള 3 ചോദ്യങ്ങൾ നിർബന്ധമാണ്. ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കണം. ഞാനൊരു പുസ്തകം ഇറക്കേണ്ടതുണ്ടോ? അത് ഒരു പുസ്തകം എഴുതിയെന്ന പേരിന് വേണ്ടിയാണെങ്കിൽ മോഹം തീർക്കാൻ ഒന്ന് ഇറക്കി മിണ്ടാതിരിക്കുക. കുറെ പണം നഷ്ടപ്പെടുന്നല്ലാതെ അതിൽ നിന്ന് സമൂഹത്തിനൊന്നും തന്നെ ലഭ്യമല്ല. സമൂഹത്തിന് ലഭ്യമാകാൻ സാധിക്കുന്നത് എഴുതാവൂ. ഞാൻ അങ്ങനെ എഴുതിയിട്ടുള്ളൂ എന്നതുകൊണ്ട് ആത്മാർത്ഥമായി ഞാനത് നിർബന്ധം പറയുന്നു. ഞാൻ ഈ അയനാന്തരങ്ങൾ സമൂഹത്തിനുള്ള പുസ്തകമാണ്. കാരണം ഇത് രൂപപ്പെടുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ചെക്കോസ്ലോവാക്കിയയിൽ, ഇതുപോലെ തന്നെ നമ്മുടെ ഡ്യൂച്ചക്കിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാഗ് വസന്തം ശക്തി പ്രാപിച്ചൊരു കാലഘട്ടം, ഫിലിപ്പീനിൽ ന്യൂ ഫിലിപ്പീൻസ് ആർമി രൂപപ്പെട്ടൊരു കാലഘട്ടം, അതുപോലെ ജർമ്മനിയിൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ സ്റ്റുഡന്റ് ലീഗ് വളരെ ശക്തമായി മുന്നോട്ട് പോയിരുന്നൊരു കാലഘട്ടം, മെക്സിക്കോയിൽ കുറേക്കോ കർഷക സംഘങ്ങൾ പോരടിച്ചിരുന്നൊരു കാലഘട്ടം വ്യവസ്ഥിതിയോട്, അമേരിക്കയിൽ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന സംഘടന അതിശക്തമായി പോരടിച്ചിരുന്നൊരു കാലഘട്ടം. ഇങ്ങനെയൊക്കെ ഫിലിപ്പീൻസിലും അമേരിക്കയിലും ചെക്കോസ്ലോവാക്കിയയിലും ഒക്കെ ശക്തമായി ഭരണകൂടങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ ജന്മിത്വത്തിനെതിരെ, അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നതിനു വേണ്ടി, മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തൊരു കാലഘട്ടത്തിൻ്റെ ചരിത്രം കേരളത്തെ എപ്രകാരം സ്പർശിച്ചു, ഇതാണ് വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഞാൻ എഴുതി കൊടുക്കുന്നത്. ഇത് തന്നെയാണ് മറ്റൊരു തരത്തിൽ ദാർശനികമായി മരണത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് നോക്കിയാൽ കാണാത്ത ആകാശത്തിലൂടെ ഞാൻ ഈ ജനതയോട് പറഞ്ഞു വെക്കുന്നത്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ചില അധ്യായങ്ങളിലൂടെ ഒറ്റക്കൊരാളെ ഞാൻ ഈ സമൂഹത്തിലൂടെ നടത്തുന്നത് അത്തരമുള്ളൊരു ദാർശനിക ചിന്തയിലേക്കാണ്. എൻ്റെ നാടകങ്ങൾ അത്രയും പറയുന്നത് ദാർശനികമാണ്.
ഇതിൽ നിന്ന് എഴുത്തുകാരോട് വിനീതമായി പറയുന്നത്, മറ്റൊരു നല്ല പുസ്തകം വായിക്കാനുള്ള സമയത്ത് ആ പുസ്തകം ഇരിക്കേണ്ട ലൈബ്രറിയിലെ ആ ഒരു സ്പേസിനെ എന്തെങ്കിലും എഴുതുന്ന ഒരാഗ്രഹം തീർക്കുന്ന കലയാക്കി ഇത് എടുക്കരുത്. നാം ഇന്ന് സമൂഹത്തിൽ ഒരു ഊരിപ്പിടിച്ച വാളുമായി നടക്കുന്നുവെങ്കിൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്യും. നാം ഒരു കൈബോംബുമായി നടക്കുന്നുവെങ്കിൽ പോലീസ് നമ്മൾ അറസ്റ്റ് ചെയ്യും. നാം ഒരു തോക്കുമായി നടക്കുമെങ്കിൽ പോലീസ് നമ്മൾ അറസ്റ്റ് ചെയ്യും, കാരാഗൃഹത്തിലടക്കും. പക്ഷേ അതിനേക്കാൾ ഭീകരമാണ് ഒരു പെന്നുമായി നടക്കുന്ന എഴുത്തുകാരെന്ന് സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അത്രയും വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒന്നാണ് പെന്ന്. അതിൽ നടന്നു വീഴുന്ന ഓരോ അക്ഷരങ്ങളും ആ ബോധത്തിൽ വേണം എഴുതാനിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ ഇരിക്കേണ്ടത് എന്ന് വളരെ താഴ്മയോടുകൂടി ഞാൻ പറയുന്നു. ഒരുപാട് നന്ദി റഷീദ് കെ മുഹമ്മദ്. ആൻഡ് എല്ലാവിധ ആശംസകളും ഈ ഒരു നോവലിനെ ഞങ്ങൾ അറിയിക്കുകയാണ്. പുസ്തകം പബ്ലിഷ് ചെയ്തതിനു ശേഷം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ, കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടട്ടെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ചധികം ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്നു, ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പുസ്തകം കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഓരോ മനുഷ്യനും ഈ പുസ്തകം വായിക്കണമെന്ന്, മറ്റൊരു പുസ്തകം വായിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. പക്ഷേ അതിനി വിട്ടുപോയാൽ തന്നെയും അതിനാന്തരങ്ങൾ കോപ്പി മേടിച്ച് നിങ്ങൾ വായിക്കണം. അത് നിങ്ങളുടെ വീട്ടിൽ മറ്റേതൊരു വലിയ നിങ്ങൾ സൂക്ഷിക്കുന്ന പുസ്തകങ്ങൾക്കൊപ്പവും അത് സൂക്ഷിക്കണം. വരുന്ന തലമുറക്ക് ഇങ്ങനൊരു കാലഘട്ടം കടന്നുപോയെന്ന് പറഞ്ഞു കൊടുക്കാനും അവർക്ക് പറഞ്ഞു വായിച്ചു മനസ്സിലാക്കാനും എളുപ്പമായൊരു മാർഗമായിട്ടാണ് ഞാൻ ഈ രചന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഇപ്പൊ മലയാളം റേഡിയോ 98.6 FM എനിക്ക് വലിയൊരു കൈത്താങ്ങാണ് തന്നത്. വിളിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും സംസാരിക്കാനും ഒക്കെ അവസരം നൽകുന്നത് ഒരിക്കലും വിസ്മരിക്കാനാവുന്നില്ല. എല്ലാവിധ ഭാവങ്ങളും ആശംസകളും പേഴ്സണലി രതീഷിനോടും കൂടി ഞാൻ നൽകുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റഷീദ് കെ മുഹമ്മദ്. ഒറ്റയ്ക്ക് ഒരാൾ നോക്കിയാൽ കാണാത്ത ആകാശം, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട നോവലുകൾക്ക് ശേഷമാണ് ഈ ഒരു പുതിയ നോവൽ വരുന്നത്, അയനാന്തരങ്ങൾ. ഈ നോവല് മലയാള സാഹിത്യ അക്കാദമി ആൻഡ് റിസർച്ച് സെന്റർ നടത്തിയ നോവൽ രചനാ മത്സരത്തില് പ്രത്യേക ജൂറി പുരസ്കാരം, അതായത് മികച്ച നോവലിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ കാറ്റുണരാതെ എന്ന് പറഞ്ഞുള്ളൊരു വളരെ പ്രശസ്തമായിട്ടുള്ള റേഡിയോ നാടക സമാഹാരം കൂടിയുണ്ട്. അതിനും പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ദേശീയ പുരസ്കാരമാണ് സ്വർണ്ണമയൂരം. അപ്പൊ ഇങ്ങനെ ഈ ഒരു പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച എഴുത്തുകാരൻ അത് നമ്മുടെ ഖത്തർ പ്രവാസിയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. നോവലിസ്റ്റും കവിയും ഗാനരചയിതാവും നാടക രചയിതാവും സിനിമ സീരിയൽ പ്രവർത്തനമൊക്കെ ആയിട്ടുള്ള റഷീദ് കെ മുഹമ്മദ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം ഉടനെ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആ പുസ്തകം എല്ലാവരും വായിക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ്. എന്നാൽ ചിലയിടങ്ങളിൽ ചർച്ച ചെയ്യാതെ പോയ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാതെ പോയ കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒപ്പിയെടുത്ത ആ പുസ്തകത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് റഷീദ് കെ മുഹമ്മദ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തിച്ചേരാമെന്ന് പ്രതീക്ഷയോടെ ഇപ്പൊ ടാറ്റാ ബോബി പറയുകയാണ് രതീഷ്.